കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അഖിൽ, മോട്ടർ ഒന്ന് ഓൺ ചെയ്തേ. അതെ ഏട്ടാ. ഏട്ടാ, ആ ആഭരണം. ആ വസ്ത്ര, സമ്മർ സീസൺ വളരെ പെട്ടെന്നെത്തി. ചെടിയെല്ലാം വാടിയിരിക്കുന്ന കണ്ടോ? അതല്ല ഏട്ടാ, ഏട്ടൻ ആഭരണം എങ്ങനെ? ഈ ചെടി നോക്ക്, പ്രാണികളെല്ലാം കടിച്ചു നശിപ്പിച്ചിരിക്കുക. അഖിലിന്റെ അടുത്ത് മരുന്ന് സ്പ്രേ ചെയ്യാൻ പറയണം. അതല്ല ഏട്ടാ, അത് എന്റെ അച്ഛൻ. ആക്ച്വലി ഇപ്പൊ 2 ചെടിയല്ലേ ഉള്ളൂ. ഇനി ഒരു 3-4 ചെടിയും കൂടെ വാങ്ങി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ചാൽ നന്നായിരിക്കും അല്ലേ? എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കോ? ഞാൻ പറയുന്നത് കേൾക്കാതെ ചെടിയുടെ കാര്യം പറഞ്ഞോണ്ട് നിന്നാ. ശരി, എന്നാ പറയ്. ഞാൻ എന്റെ അച്ഛന്റെ കയ്യിലൊന്നും അല്ല ആഭരണം കൊടുത്തത്. ഓക്കേ. എന്റെ അച്ഛന് ആഭരണത്തെ പറ്റി ഒരു കാര്യവും തന്നെ അറിയില്ല. ഓക്കേ. ആ ആഭരണം ഞാൻ പണയം വെച്ചതാ. ഓക്കേ. ആ കടക്കാരാണെങ്കിൽ ആ ആഭരണം ആരോ ഒരാൾക്ക് വിറ്റു എന്നാ പറഞ്ഞത്. ഓക്കേ. എന്തിനെങ്ങനെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ആ ആഭരണം ഏട്ടൻ എങ്ങനെയാ കിട്ടിയത്? ആ ആഭരണങ്ങൾ എന്തിനാ പണയം വെച്ചേ? അത് എനിക്ക് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്തായിരുന്നു അത്യാവശ്യം? അത് പിന്നെ തനിക്ക് പണം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. ഏട്ടൻ തരും, പക്ഷേ എന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചു അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല ഏട്ടാ. എന്നാ പിന്നെ സത്യം എന്താന്ന് വെച്ചാ പറ. ഇപ്പോഴും താൻ സത്യം മറയ്ക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? താൻ എന്തിനാ ഓരോ തവണ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്? ഇയാൾ ചെയ്യാത്ത തെറ്റിന് എന്തിനാ ഇങ്ങനെ സ്വയം കുറ്റം ഏറ്റെടുക്കുന്നത്? എന്തിനാ വഴക്ക് വാങ്ങിക്കൂട്ടുന്നത്? അഖിൽ തനിക്ക് അനുജനായിരിക്കാം, എന്നാ അവൻ ജനിച്ച അന്ന് മുതൽ ഞാൻ അവന്റെ ജ്യേഷ്ഠനാണ്. അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ അവനെ കൈവിടുമെന്ന് കരുതിയോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല ഏട്ടാ. പാവം, അതില് അഖിലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. കൂട്ടുകാരന് വേണ്ടി സഹായം ചെയ്ത് അകപ്പെട്ടു പോയതാ. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതെങ്ങനെ അറിയാം? ഇന്നലെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടു. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി പാവം ബസ് എടുത്തിയ ബലിയാടായത്. മൊത്തം 5 ലക്ഷം രൂപ. നാളെ തന്നെ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ പണയം വെച്ചിരിക്കുന്ന ആഭരണം നമുക്ക് തിരികെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നലെ തന്നോട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചത്. പക്ഷെ ഞാൻ എത്ര ചോദിച്ചിട്ടും താൻ ഒന്നും പറഞ്ഞില്ല. അത് ഭാസ്കരേട്ടന് സംഭവിച്ചതുപോലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അവസ്ഥ അഖിലിനും വരുമെന്ന് വിചാരിച്ചു. അന്ന് ഭാവനച്ച് വിഷമിച്ച പോലെ ഒരു പക്ഷെ കാർത്തികയും വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഏട്ടനോട് പറയാത്ത. വീട്ടിൽ മറ്റാരും വേദനിക്കാൻ പാടില്ല, തനിക്ക് മാത്രം വേദനിക്കാം, അങ്ങനെയല്ലേ? അഖിലിന് കടം കൊടുത്ത ആൾക്കാര് അവനോട് മോശമായിട്ടാ പെരുമാറിയേ. അത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോ എന്റെ അടുത്തല്ലേ വന്ന് പറയേണ്ടത്? ഏട്ടൻ ഇനി അവനെ വഴക്ക് പറഞ്ഞാലോന്ന് ഞാൻ ഭയന്നുപോയി. അപ്പോ ആഭരണങ്ങൾ വന്നില്ലെങ്കിൽ എന്റെ അമ്മ വഴക്ക് പറയുന്നുള്ള ഭയമില്ലായിരുന്നു അല്ലേ? അമ്മയുടെ വഴക്കൊക്കെ എനിക്ക് അനുഗ്രഹം പോലെയാ. ഞാൻ മറ്റൊന്നും വിചാരിക്കാറില്ല. ഓ, അമ്മായിയമ്മ വഴക്ക് പറഞ്ഞാ ഓക്കെ, എന്നാൽ ഭർത്താവ് വഴക്ക് പറഞ്ഞാൽ നോട്ട് ഓക്കെ അല്ലേ? അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചേ. കഴിഞ്ഞ ശിവരാത്രി പൂജയില് ആഭരണം വെക്കേണ്ട കാര്യം എനിക്കറിയില്ലായിരുന്നു.
ആദ്യം എനിക്ക് അഖിലിനെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയും പുറത്തു കൊണ്ടുവന്നിട്ട് അതിനുശേഷം എങ്ങനെയെങ്കിലും ആഭരണം തിരിച്ചെടുക്കാന്നാ വിചാരിച്ച്. അത്രയും വലിയ റിസ്ക് എടുക്കുന്നതിന് മുമ്പേ തനിക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഇന്നലെ തന്നെ ആ കാര്യമായിട്ട് അറിഞ്ഞതല്ലേ, എന്നിട്ട് എന്നോടൊന്ന് ചോദിച്ചോ? അവസാന നിമിഷം വരെ എന്നെ ടെൻഷനിലാക്കിയില്ലേ? ഓ, ആഭരണങ്ങൾ എടുത്തോണ്ടെന്ന് എന്നെ വഴക്ക് പറയണോ? ആക്ച്വലി തന്നെയല്ല, അഖിലിനിട്ടാ കൊടുക്കേണ്ടത്. അതെന്തിനാ? അഖിലിനെ എന്തിനാ പറയുന്നത്? എന്റെ അനിയനെ എനിക്കൊന്നും പറയാൻ പാടില്ലേ? അവനെ ആരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും വലിയ റിസ്ക് എടുത്തത്. അപ്പോ തന്നെ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അത് എനിക്കെങ്ങനെ ഉണ്ടാവും? എല്ലാവരുടെയും മുമ്പിൽ താനിങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോ അതെനിക്ക് വിഷമമുണ്ടാവില്ലേ? തന്റെ തല കുനിയുക എന്ന് വെച്ചാ അത് എന്റെ തല കുനിയുന്നതിന് തുല്യല്ലേ? അതുകൊണ്ട് വസുന്ധര, ഈ ചെടിക്കില്ലേ, ഈ ചെടിക്ക് അധികം വെള്ളം ഒഴിക്കരുത്. നമ്മൾ നോക്കി ശ്രദ്ധിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ചെടിക്ക് മരുന്ന് സ്പ്രേ ചെയ്യണമെന്ന് അഖിലിനോട് പറയണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് മനസ്സിലായല്ലോ? ഇതെന്താ പെട്ടെന്ന് വിഷയം മാറ്റി സംസാരിക്കുന്ന? അമ്മേ, എന്താ വല്ലാണ്ട് നിൽക്കുന്നേ? നിന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാ ഉണ്ണി, എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും. എന്തിനാ അങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാ തിരിച്ച് പാവങ്ങളായ നമ്മളോട് ചൂടാവും. എന്താ അമ്മേ, ഇപ്പൊ അച്ഛനോട് ദേഷ്യപ്പെട്ടായിരുന്നോ? അങ്ങനൊന്നും അല്ല ഉണ്ണി, വല്ലാതെ കയറി ഇങ്ങ് ചൂടായി കളഞ്ഞു. ഞാൻ തന്നെ ഇങ്ങ് പേടിച്ചു പോയി. എന്തിനാ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അച്ഛനെ തന്നെ പേടിപ്പിക്കുവാണോ? എപ്പോഴും പൂച്ചയെ പോലെ ഇരുന്നിട്ട് എപ്പോഴാ പുലിയായി മാറിയത്? നിന്റെ അമ്മ പൂച്ചയല്ല ഉണ്ണി, പുലിയ. നല്ല ഒന്നാം തരം പെൺപുലി. കണ്ടോ 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 ഉണ്ണി, ദേഷ്യം വരുന്ന കണ്ടോ? അച്ഛാ, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് തരുമോ? ഓക്കെ ഉണ്ണി. അതെ ഏട്ടാ, ശിവരാത്രി പൂജ നന്നായിട്ട് തന്നെ നടന്നു അല്ലേ? അതെ ജയന്തി, നന്നായി തന്നെ നടന്നു.
അനു, കീർത്തി, ഉണ്ണി എല്ലാവരും കഴിക്കാമോ? എല്ലാരും വന്നതിന് ശേഷം വന്നോളാം അമ്മേ. അതുവരെ ഞങ്ങൾ കളിച്ചോട്ടെ. ചേച്ചി എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ? എല്ലാം എടുത്തു വെച്ചു വസു. അച്ഛ, അമ്മേ, കഴിക്കാൻ വരൂ. ഭാസ്കർ, അഖിൽ, അഭി എല്ലാരും വാ കഴിക്കാം. ഹലോ, ആരാ? കാവ്യ? എന്റെ പേരക്കുട്ടിയുടെ ശബ്ദം എനിക്ക് അറിയില്ല എന്നാണോ? ദാ കാവ്യ. കാവ്യ, സുഖായിരിക്കുന്നു മോളെ? ഫൈൻ മുത്തശ്ശ. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പഠിത്തവും കഴിഞ്ഞു, എക്സാമും എല്ലാം കഴിഞ്ഞു. നാളെ മുതൽ ഹോളിഡേയാ. എന്ത്, നാളെ മുതൽ അവധിയാണെന്നോ? ഇങ്ങതാ കാവ്യ, അപ്പൊ വീട്ടിലേക്ക് വാ മോളെ. നിന്നെ കണ്ടിട്ട് എത്ര നാളായി. ഞാൻ വീട്ടിലേക്ക് വരാൻ പോവാന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ മുത്തശ്ശി. എന്റെ ചക്കരക്കുട്ടി, വേഗം വാ മോളെ. നാളെ രാവിലെ തന്നെ ഞാൻ അവിടെ എത്തും. എല്ലാവർക്കും സുഖാണോ? ആ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പൊ എനിക്കോ? നാളെ നീ വരുമല്ലോ. ഞാൻ എന്റെ കൈ കൊണ്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം. ലവ് യു മുത്തശ്ശി. ലവ് യു ടു. വിനയന് സുഖല്ലേ? അവനും നിന്റെ കൂടെ വരില്ലേ? ഇല്ല മുത്തശ്ശി, അവൻ ഫ്രണ്ട്സിനോടൊപ്പം ടൂർ പ്ലാൻ ചെയ്തിരിക്കുക. സമ്മർ ഹോളിഡേസിന് വീട്ടിലേക്ക് വരും. ശരി ശരി. അമ്മയോടും അച്ഛനോട് സംസാരിക്കുന്നില്ലേ? ഞാൻ നാളെ വരെയല്ലേ മുത്തശ്ശി, നേരിട്ട് സംസാരിക്കാം. ശരി, സൂക്ഷിച്ചു വാ മോളെ. വെച്ചേക്ക്. നാളെ കാവ്യ വരുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഹോസ്റ്റലിൽ എങ്ങനെയാണോ എന്തോ. നീ ഇപ്പൊ കഴിക്കുന്നുണ്ടോ അതോ പേരക്കുട്ടി വരുന്ന കാര്യം ഓർത്ത് വയറ് നിറഞ്ഞെന്ന് പറയുവോ? അതെ ഏട്ടാ, കാവ്യ വരുന്നെന്നറിഞ്ഞപ്പോഴേ വയറ് നിറഞ്ഞു. അയ്യോ ഭാവനെ, ഇത്രയും ദൂരം വരാമെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ ഒന്നൂടെ? എല്ലാവരും ഇങ്ങനെ വരിവരായിട്ട് നിർത്തുന്നത് എന്തിനാ? ഏട്ടൊന്നും മിണ്ടാ നിക്ക്. അവളെന്താ എത്താത്തത്? എന്താ ഏട്ടാ കാവ്യ ഇതുവരെ എത്താത്തത്? എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ ഏട്ടത്തി ഇങ്ങനെ എന്നാ മോളെ? കാണാൻ വലിയ സ്ട്രോങ് ഒക്കെയാണ്, പക്ഷെ കാര്യത്തിലെടുക്കുമ്പോൾ പേടിയാ. ഇത് പേടിയല്ല ഭാസ്കർ, ഉത്തരവാദിത്വ. ഭാസ്കർ, കാവ്യ എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു നോക്കി. എന്തിനാച്ചാ വെറുതെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കുന്നേ? അവളിങ് എത്തിക്കൊള്ളൂന്നേ. ഭാവനേച്ചി ഒരുപാട് ടെൻഷനിൽ നിൽക്കുന്നുണ്ടല്ലേ ഭാസ്കരേട്ടാ? സുഖാണോ മുത്തശ്ശി? സുഖമായിരിക്കുന്നു മോളെ.
ഹായ് കീർത്തി. നിങ്ങൾ ഇളയ ചെറിയമ്മയാ? ഹായ് ചെറിയമ്മേ. ഹായ് കാവ്യ. ഹായ് കാവ്യ ചേച്ചി. ഹായ്. അത് വസു ചെറിയമ്മേ മോളെ. ഹായ് ചെറിയമ്മേ. ഹായ് കാവ്യ. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. ഹായ് ഡാഡി. ഹായ് ചെറിയച്ച. ഹായ് കാവ്യ, ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ ചെറിയച്ച, ഞാൻ ഫോറിൻ കൺട്രീസിൽ നിന്ന് വന്നതാണോ? ഹോസ്റ്റലിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? എന്താ മുത്തശ്ശി ഇപ്പൊ നല്ല സ്ലിം ആയല്ലോ. നിന്റെ അമ്മൂമ്മ ഇപ്പോ ഡയറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക മോളെ. മിസസ് ഗ്രാനി ഇന്ത്യ കോമ്പറ്റീഷനില് മത്സരിക്കാൻ പോണെന്നാ പറയുന്നേ. മുത്തശ്ശ എന്തിനാ വെറുതെ എപ്പോഴും മുത്തശ്ശി കളിയാക്കുന്നേ? അങ്ങനെ ചോദിക്കും മോളെ. അല്ല, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. സുമാന്റി എവിടെയാ? നീ വരുന്നതുകൊണ്ട് എന്തോ സർപ്രൈസ് ഉണ്ടാക്കാൻ പോയിരിക്കുക. അയ്യോ, അമ്മമ്മയുടെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ഭീകരമായിരിക്കും. നീ നിന്റെ അമ്മൂമ്മയുടെ കക്ഷിയാ അല്ലേ? അല്ല, ഐ എം ഓൾവേസ് മൈ ഗ്രാനീസ് പാർട്ടി. അതെ അതെ, എന്റെ അമ്മയുടെ പൊന്നു മോളല്ലേ നീ. എക്സാക്ട്ലി. മൈ ഗ്രാനി ഈസ് മൈ ഗോഡ്, മൈ ഗോഡസ്. നല്ല കാര്യം. സ്പോർട്സിലാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ കിങ് കോങ് ആണോ? വസു, ആരതി എടുത്തോണ്ട് വാ. വാ മോളെ. എന്താ മുത്തശ്ശി ഈ ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോ? വരുന്ന വഴിക്ക് കണ്ണുദോഷം എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിലോ? അകത്ത് അഭിചെറിയച്ചനുണ്ട്, അങ്ങോട്ട് ചെല്ല. ചെറിയച്ച. ഹേയ് കവി, എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു. ഹൗ ആർ യു? വെരി വെരി ഗുഡ്. ഇപ്പൊ എത്തിയതോളൂ. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ ചെറിയച്ച. ഹലോ രാഹുൽ. ഹേയ്, നീ ഇതെവിടെയാ? ഹോസ്റ്റലിൽ കണ്ടില്ലല്ലോ. ഹോളിഡേയ്സ് അല്ലേ, ഞാൻ വീട്ടിലേക്ക് വന്നു. എന്തിനാടോ താൻ ഹോളിഡേയ്സിൽ വീട്ടിൽ പോയത്? നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയിരുന്നല്ലോ. വീട്ടിലേക്ക് വരാനായി അച്ഛമ്മ പറഞ്ഞു. ഓ കമോൺ ബേബി, ആ വയസ്സന്മാരുടെ കൂടെ നിനക്കെന്താ പണി? താൻ എപ്പോഴാണ് മടങ്ങുന്നേ? ഹോളിഡേയ്സ് കഴിഞ്ഞ ഉടൻ വരും. താൻ അപ്പോഴേ വരോളൂ അല്ലേ? ഐ മിസ് യുടാ. മിസ് യു ടു. അത്രയും നാൾ തന്നെ കാണാതെ ഞാൻ എങ്ങനെയാ? എനിക്കും അതുപോലെ തന്നെയാ രാഹുൽ. പക്ഷെ എന്ത് ചെയ്യാനാ? എനിക്ക് ഗേൾ ഫ്രണ്ടായിട്ട് താൻ മാത്രമേ ഉള്ളൂ. ഐ നോ. വൺ കാവ്യ, വൺ രാഹുൽ. ബേബി, ലവ് യു. ലവ് യു ടു രാഹുൽ. പ്ലീസ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് താടോ. എന്താ വേണ്ടേ? അത് തനിക്കറിയാലോ.
മതിയോ? ഒന്നുകൂടി താടോ പ്ലീസ്. ബൈ രാഹുൽ. ഇനി നിനക്ക് തോന്നുന്ന സമയത്തൊന്ന് ഫോൺ ചെയ്യരുത് കേട്ടോ. വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മാനേജ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. ഓക്കെ അല്ലേ? ബൈ ബേബി. ബൈ ബൈ. കാവ്യ, ആരായിരുന്നു ഫോണില്? ആര്? ഇത്രയും നേരം നീ ഫോണിൽ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? ഫ്രണ്ട് എന്ന് പറഞ്ഞ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ട് ആണോ ബോയ് ഫ്രണ്ട് ആണോ? അത് പറഞ്ഞിട്ട് എന്തിനാ? ഗേൾ ഫ്രണ്ട് ആണോ ബോയ് ഫ്രണ്ട് ആണോ എന്ന്? ഗേളാ. നീ ഇപ്പൊ എന്ത് പഠിച്ചോണ്ടിരിക്കുക? ഡിഗ്രി ഫസ്റ്റ് ഇയർ. എന്താകണമെന്നാ നീ ആഗ്രഹിക്കുന്നേ? ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? പഠിക്കേണ്ട സമയത്ത് മര്യാദക്കിരുന്ന് പഠിക്കുന്നതിന് പകരം തെറ്റായ വഴികളൊന്നും നിനക്ക് വേണ്ട. മര്യാദക്ക് നടന്നോണം. ഹലോ, ഐ നോ വോട്ട് ഐ ആം. ഞാൻ എങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമില്ല. ദേ നോക്ക് കാവ്യ, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്നത് സാധാരണ. അതുപോലെ തന്നെ നീ നിന്റെ ഭാവിയെക്കുറിച്ചും ഒന്ന് ആലോചിക്കണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിട്ടാ ഇത്ര വലിയ ലെക്ചർ തരുന്നേ? ക്ലാസ്സിലെ ടീച്ചർ തരുന്ന ലെക്ചർ മാർക്ക് കിട്ടുന്നവരേ ഉള്ളൂ. നിന്നെക്കാളും വയസ്സിന് മൂത്തതായ ഞാൻ പറയുന്നത് നിന്റെ നല്ലതിനു വേണ്ടി തന്നെയാ. നീ എന്ത് ചെയ്താലും ഈ കുടുംബത്തിന്റെ മാനവും മര്യാദയും അഭിമാനവും ഓർത്തു വേണം ഓരോന്നൊക്കെ ചെയ്യാൻ. എക്സ്ക്യൂസ് മീ, നിങ്ങളെ വീട്ടിലേക്ക് വന്ന് കേറിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ വീട്ടിൽ ജനിച്ചു വളർന്നതാ. എന്റെ വീടിനെ പറ്റി എന്നോട് സംസാരിക്കുന്നു. കാവ്യ, എന്താ പറ്റിയേ? കണ്ടില്ലേ അമ്മ ഇത്? ഒന്നുമില്ല ചേച്ചി. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്, പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു.